Welcome back all. ME204 Thermal Engineering Module 5 ആണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തത്. That section we discussed about combustion in the commonly combustion, then combustion in SI engines പറഞ്ഞു. ഈ സെക്ഷനിൽ നമുക്ക് stages of combustion in SI engines ആണ് പഠിക്കാനുള്ളത്. Stages of combustion, that is first one, that is spark ignition, then second one ignition lag or ignition delay, then third one flame propagation, and fourth one after burning. ഇതാണ് 4 പ്രോസസ്സ് നമുക്ക് സ്റ്റേജസ് ഓഫ് കമ്പഷൻ ഓഫ് SI എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. ദാറ്റ് ഈസ് സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ പ്രോസസ്. അറ്റ് ദി എൻഡ് ഓഫ് ദി TDC കഴിയാറാകുമ്പോൾ we are giving one spark by means of electrodes. Spark plugs ൽ വെച്ചിട്ട് ഇലക്ട്രോൺസിന് ഇടയ്ക്കായിട്ട് we are providing spark by means of an voltage difference. ആ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദി സ്പാർക്ക് എ പ്രഷർ വേരിയേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ദാറ്റ് ഈസ് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. we are having a spark and it is been the pressure waves are been propagating like this. Then ഈ ഒരു സ്പാർക്ക് കൊടുത്തു കഴിയുമ്പം എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് ഇഗ്നിഷൻ ലാഗ് ഓർ ഇഗ്നിഷൻ ഡിലേ എന്നൊരു പ്രോസസ്സ് അവിടെ നടക്കും. ഞാൻ പോയിന്റ് A to B എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഫിഗർ ഞാൻ ഈ 3 പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ദാറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് TDC കഴിയാറാകുമ്പോൾ ദർ വിൽ ബി ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അല്ലേ? അപ്പം ആ ഒരു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് നമ്മൾ ഈ സ്പാർക്ക് കൊടുക്കുന്നത്. ആ സ്പാർക്ക് കൊടുക്കുമ്പോൾ ദർ വിൽ ബി എ ഒരു ഫ്ലെയിം അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ സ്പാർക്ക് ഇഗ്നിഷൻ എന്ന പോയിൻ്റാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് സെക്കൻഡ് സ്റ്റേജ് ഇറ്റ് ഈസ് എൻ ഇഗ്നിഷൻ ലാഗ് ഓർ ഇഗ്നിഷൻ ഡിലേ. നമ്മൾ ആ ഒരു സ്പാർക്ക് കൊടുത്ത പോയിന്റിൽ തന്നെ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യില്ല, പകരം ദർ വിൽ ബി എ ലാഗ് ഓർ ഡിലേ. ആ ഡിലേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ignition lag is a time interval between the application of spark and point at which the beginning of pressure rise can be dictated. നമ്മൾ സ്പാർക്ക് കൊടുത്ത് കുറച്ച് നേരം എടുക്കും ദ പ്രഷർ റൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ പറയുന്നത് ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇനി ആ പോയിന്റ് A to B യിൽ എന്താ നടക്കുന്നത്? ദാറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഫേസ് ബിഫോർ കമ്പഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഫ്ലെയിം ഫ്രണ്ട് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യണം. ആ ഒരു ഫേസാണ് പ്രിപ്പറേഷൻ ഫേസ് എന്ന് പറഞ്ഞത്. ഇനി പ്രിപ്പറേഷൻ ഫേസിൽ ദർ ഈസ് സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് ന്യൂക്ലിയസ് കാൾഡ് ഫ്ലെയിം കേർണൽ എന്നൊരു ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂക്ലിയസ് കഴിഞ്ഞ കമ്പഷനിൽ പറഞ്ഞ പോലെ തന്നെ it has some energy, it is being emitted to the nearby air fuel mixture. Then ഇത് അത്രയും എനർജി പോരായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? വീണ്ടും കംപ്രഷൻ നടക്കുമ്പോൾ ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് ബീൻ റൈസിങ്. ആ ഒരു ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ ദ ന്യൂക്ലിയസ് ക്യാൻ ബി ബേൺ ഈസിലി ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ ദി കമ്പഷൻ ചേമ്പർ. ദെൻ ഈ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദ ടെമ്പറേച്ചർ ക്രിയേറ്റഡ് ഈസ് അബൌട്ട് 6000 Kelvin. ആ ഒരു റേഞ്ചിലാണ് ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ദ സെയിം ടൈം പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ പ്രഷർ വേവ്സ് കാരണം ദ ടെമ്പറേച്ചർ ഈസ് ബീൻ റെഡ്യൂസിങ്. ടെമ്പറേച്ചർ കുറച്ച് റെഡ്യൂസ് ചെയ്യും, ബട്ട് ദാറ്റ് റെഡ്യൂസ് ടെമ്പറേച്ചർ ഇസ് itself enough to burn the air fuel mixture. Then ആ ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഈ ഒരു ന്യൂക്ലിയസ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അവിടെ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു propagation of nucleus it depends upon the temperature and pressure of the compressed gas. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. The nature of the fuel, that is എയർ ഫ്യൂൽ മിക്സർ റിച്ച് ആണോ ലീൻ ആണോ സ്റ്റോഷിയോമെട്രിക് ആണോ? അപ്പോൾ റിച്ച് ആയിട്ടുള്ള മിക്സർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്യൂൽ ബേൺ അപ്പോൾ, ബട്ട് ലീൻ മിക്സർ ആണെങ്കിൽ ആവില്ല. ബട്ട് റിച്ച് മിക്സർ ആണെങ്കിൽ ആഫ്റ്റർ ദ കമ്പഷൻ ദർ വിൽ ബി എ ഹയർ എമൗണ്ട് ഓഫ് ഫ്യൂൽ ദാറ്റ് ഈസ് നോട്ട് ബേൺഡ്. Then also the proportion of exhaust residuals. ഒരുപാട് റെസിഡ്യൂൽ ഗ്യാസ് മിക്സപ്പ് ആയിട്ടുണ്ടെങ്കിൽ they can travel on more distance. ആ ഒരു ന്യൂക്ലിയസിന് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. Then ignition lag is very small, that is lies about 0.00015 to 0.0002 second. ഇനി ഒരു 35 degree of crank rotation, നമ്മൾ crank rotation വെച്ചിട്ടാണ് ആ ഒരു ഡയഗ്രാം വരുന്നത്. that is P-theta ഡയഗ്രാം നമ്മൾ കമ്പഷനിൽ കാണിച്ചത്. അപ്പോൾ ഒരു correspond to 35 degree of crank rotation, the engine is running at 3000 rpm. ആ ഒരു കണ്ടീഷനിൽ ഇഗ്നിഷൻ ലാഗ് തന്നെ 0.002 സെക്കൻഡ്സ് ആണ് ഇഗ്നിഷൻ ലാഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫിഗറിൽ ദ സ്പാർക്ക് ആൻഡ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ, ദാറ്റ് ഈസ് ഇവിടെ നമ്മളൊരു സ്പാർക്ക് കൊടുക്കുന്നു. ഈ സ്പാർക്ക് ദാറ്റ് ഈസ് ഒരു ന്യൂക്ലിയസ് ആയിട്ട്
മാറിയിട്ട് ഈ ന്യൂക്ലിയസിൽ ട്രാൻഷൻ പ്ലാസ്മ ഫോമിലാണ്. ദാറ്റ് ഈസ് ഇൻ എ ഹൈ ടെമ്പറേച്ചറാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ആ ട്രാൻഷ്യൻ്റ് ആയിട്ടുള്ള പ്ലാസ്മ ഫോം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ന്യൂക്ലിയസ് ഈസ് ബീൻ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ഔട്ട് ദി കമ്പഷൻ ചേമ്പർ. ദെൻ ഈ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് അത് താഴോട്ട് കമ്പഷൻ ചേമ്പറിലോട്ട് മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇഗ്നീഷൻ ലാഗ് ഓർ ഇഗ്നീഷൻ ഡിലേ. ദെൻ ഇൻ്റർവെൽ മസ്റ്റ് ബി റെഡ്യൂസ്ഡ്. ആ ഒരു ഇഗ്നിഷൻ ലാഗ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ഡിഗ്രീസ്ഡ് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. അതിന് സമയത്ത് കത്താൻ അല്ലെങ്കിൽ അത് ബേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുക. അപ്പം ഒരു ചെറിയ സ്പാർക്ക് വരുമ്പോൾ പെട്ടെന്ന് അത് ബേൺ ആവും. ദെൻ കംപ്രഷൻ റേഷ്യോ കൂട്ടിക്കൊടുക്കുക. ദാറ്റ് ഈസ് കംപ്രഷൻ റേഷ്യോ കൂട്ടുമ്പോൾ നമുക്കറിയാം ദ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ്ഡ് ആവും. ഓൾസോ ദ ഡിഗ്രീസ് കോൺസെൻട്രേഷൻ ഓഫ് റെസിഡ്യൂവൽ ഗ്യാസ്. റെസിഡ്യൂവൽ ഗ്യാസിൻ്റെ കോൺസെൻട്രേഷനും കുറച്ച് കൊടുക്കുക. The maximum pressure of the cycle as well as mean effective pressure of the cycle with increase in compression ratio. അല്ലേ, കംപ്രഷൻ റേഷ്യോ കൂട്ടുമ്പോൾ MEPയും കൂടും, അതേപോലെ തന്നെ മാക്സിമം പ്രഷറും കൂടും. സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓൾസോ. ദാറ്റ് ഈസ് ദെൻ ഓൾസോ ദ ഇഗ്നിഷൻ ലാഗ് വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ പെട്ടെന്ന് കമ്പഷൻ നടക്കും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് പോയിന്റ് ആണ് ദാറ്റ് ഈസ് തേർഡ് പോയിന്റ്, ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഇൻലെറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇൻലെറ്റ് പ്രഷറും ടെമ്പറേച്ചറും ഹൈ കൊടുത്താൽ നമുക്ക് ഓൾറെഡി ഇത്രയും പിസ്റ്റനെ വർക്ക് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഫോർത്ത് വൺ എയർ ഫ്യൂൽ റേഷ്യോ. ദാറ്റ് ഈസ് ഫ്ലെയിം സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ബോത്ത് ഫോർ ലീൻ ആസ് വെൽ ആസ് റിച്ച് മിക്സ്. ഒരുപാട് ലീൻ മിക്സ്ഡ് ആണെങ്കിലും റിച്ച് മിക്സ്ഡ് ആണെങ്കിലും ഫ്ലെയിം സ്പീഡ് വളരെ കുറവായിരിക്കും. ഇനി ലീൻ മിക്സർ ആണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് ലെസ് ഹീറ്റ്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് വളരെ കുറവായിരിക്കും. ആ ഹീറ്റും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഫ്ലെയിം ഹാസ് ലോവർ സ്പീഡ്. ഓക്കെ, ലീൻ മിക്സർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഒരു മോളിക്യൂൾ ഒരു കുറച്ച് വോളിയം എടുത്താൽ രണ്ട് ഫ്യൂവൽ മോളിക്യൂൾസും അപ്പാർട്ടാണെങ്കിൽ ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിൽ ബേൺ ചെയ്യാനുള്ള ടൈം എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ലീൻ മിക്സ്ചർ. ഇനി വെരി റിച്ച് മിക്സ്ചർ ആണെങ്കിൽ എല്ലാ ഫ്യൂവൽസും ബേൺ ആവത്തില്ല. ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ വരും. അപ്പോൾ എയർ ഫ്യൂവൽ റേഷ്യോ വിൽ ബി സ്റ്റോഷിയോമെട്രിക്. ദാറ്റ് ഈസ് ടർബുലൻസ്. നമുക്കറിയാം ടർബുലൻസ് ഇൻക്രീസ് ദ മിക്സിംഗ് ആൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദാറ്റ് എയർ ടു ട്രാൻസ്ഫർ ദ ഹീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്രഷൻ സ്റ്റേജിൽ ഒരു നല്ലോണം കംപ്രഷൻ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദ ടർബുലൻസ് വെച്ചിട്ട് എയർ ഫ്യൂൽ മിക്സർ നല്ലോണം മിക്സപ്പ് ആവും. ദെൻ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഇഗ്നിഷൻ ലാഗ് ആൻഡ് ഓൾസോ അൺബേൺഡ് ഗ്യാസിൻ്റെ പ്രൊപ്പോർഷനും കുറഞ്ഞിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഗ്നിഷൻ ലാഗ് കുറയ്ക്കാം. Then moderate turbulence is always desirable and accelerate the chemical reaction, reduce ignition lag and increase the flame propagation, even allow weak mixture to burn effectively. നല്ലോണം മിക്സ്ഡ് ആയിക്കഴിഞ്ഞാൽ വീക്ക് മിക്സറിനെ പോലും ബേൺ എഫക്റ്റീവ്ലി മിക്സ് ആവും. ഇനി ഒരുപാട് ടർബുലൻസ് പറഞ്ഞാൽ they will not get enough time to transfer the heat. The next point ആണ് ഇൻക്രീസ്ഡ് ഡെൻസിറ്റി ഓഫ് മിക്സ്ചർ നിയർ ദ ഇലക്ട്രോഡ്. ഇലക്ട്രോണിനടുത്ത് ഒരുപാട് ഡെൻസിറ്റി ഉള്ള മിക്സ്ചർ കൊടുത്താൽ പെട്ടെന്ന് ബേൺ ആവും. ഓക്കെ, ദെൻ എൻജിൻ സ്പീഡ്. The speed is related to the velocity. Speed increasing, velocity also increasing, thus turbulence increasing. Then engine load. Then next third phase, flame propagation. B to C ആണ് flame propagation. That is the spread of flame throughout the combustion chamber. ആ ഒരു ന്യൂക്ലിയസിൽ നിന്നും എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ട് ആ ഒരു സ്പ്രെഡിൽ നിന്നും കമ്പഷൻ ചേമ്പർ മുഴുവനായിട്ട് ബേൺ അപ്പ് ആവുന്ന പ്രോസസ്സാണ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ. ഇതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് നടക്കുന്നത് ഫോർ നോർമൽ കമ്പഷൻ. Then the rate of heat release depends upon the turbulent intensity and reaction rate. Reaction rate is depending upon air fuel ratio. അപ്പോൾ ടർബുലൻസിൻ്റെ ഇൻറ്റൻസിറ്റി മോഡറേറ്റും ദെൻ സ്റ്റോഷിയോമെട്രിക്കും ആണെങ്കിൽ the rate of heat release is maximum. That is, ഇനി ആ rate of heat release maximum ആയാൽ it is directly proportional to the pressure rise. In this stage the maximum pressure is raised. ഈ ഒരു ഫ്ലെയിം പ്രൊപ്പഗേഷനിലാണ് ഈ ഒരു പിസ്റ്റൻ്റെ മേളിൽ മാക്സിമം എഫക്റ്റീവ് പ്രഷർ വരുന്നത്. That is, maximum pressure is created in the flame propagation stage. That is, pressure rises slow as mass of mixture is born. Okay, ചെറിയ മാസ് ഓഫ് മിക്സർ ആണെങ്കിൽ പ്രഷർ റൈസ് വളരെ കുറവായിരിക്കും. ഇനി എത്രയാണ് എൻ്റെ ആംഗിൾ, ഒരു 30 to 35 ഡിഗ്രി അഡ്വാൻസ്ഡ് ആംഗിൾ ആണ് നമ്മുടെ ഒപ്റ്റിമം ആംഗിൾ എന്ന് പറഞ്ഞാൽ ദ പീക്ക് പ്രഷർ എപ്പോഴാണ് വരുന്നത്, TDCക്ക് 5 to 10 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പീക്ക് പ്രഷർ വരുന്നത്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ കമ്പഷൻ പ്രോസസ്സിൽ പറഞ്ഞായിരുന്നു. പീക്ക് പ്രഷർ ഈസ് നോട്ട് അറ്റ് TDC in actual diagram. It is near to next to the TDC, that is about near 5 to 10 degree after TDC.
ഇനി ആ ഒരു ഫ്ലെയിം പ്രൊപ്പഗേഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? സ്പീഡ് കൂട്ടാം, വെലോസിറ്റി കൂടും, സോ ടർബുലൻസ് കൂടും. കംപ്രഷൻ റേഷ്യോ ദാറ്റ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. ദെൻ ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പം ഇൻലെറ്റ് പ്രഷറും ടെമ്പറേച്ചറും കൂട്ടുക. ഇക്വാലൻസ് റേഷ്യോ മീൻസ് എയർ ഫ്യൂൽ റേഷ്യോ. ദെൻ ടർബുലൻസ് കൂട്ടുക. ഇനി providing the spark plug near the center. സെൻറ്ററിൽ തന്നെ സ്പാർക്ക് പ്ലഗ് കൊടുക്കുമ്പോൾ it will be equally divided, equally propagate to all sides. That is other factors affecting the flame propagation. Then ഈ ഒരു ഫിഗർ പറയുന്നത് ഫസ്റ്റ് ഫിഗർ ദാറ്റ് ഈസ് ഇഗ്നീഷൻ ആൻഡ് ന്യൂക്ലിയസ് ഫോർമേഷൻ. ഈ ഒരു ഫസ്റ്റ് ഫിഗർ ദാറ്റ് ഈസ് ഒരു നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫോർമേഷൻ ആണ്. ദെൻ ഈ ന്യൂക്ലിയസിൽ ടർബുലൻസ് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന റിങ്കിൾസ് ആണ് ഇതിൽ കാണുന്നത്. ദെൻ അഗെയിൻ ടർബുലൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഫ്ലെയിം വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്യും. ആ ഫ്ലെയിം എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ആൻ ആക്ച്വൽ ഡയഗ്രാം ഫ്രം എ വർക്കിംഗ് ഓഫ് എ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. ദെൻ ഈ ഒരു ലാർജ് ടർബുലൻസ് കാരണം ഈ ഫ്ലെയിം വൺ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, ഒരുപാട് ലാർജ് ടർബുലൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് പ്രൊപ്പഗേറ്റ് ഓൾസോ. ഇനി ആഫ്റ്റർ ബേണിംഗ് പ്രോസസ്സ്. എന്താണ് ആഫ്റ്റർ ബേണിംഗ് പ്രോസസ്സ്? ഇൻ ദിസ് ഫേസ് ഇറ്റ് ഈസ് ഫ്രം പോയിന്റ് സി. നമ്മൾ എല്ലാം ആയി കഴിഞ്ഞു. ബേൺ ചെയ്യുമ്പോഴാണ് പവർ സ്ട്രോക്ക് വരുന്നത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഇൻ ഫ്ലെയിം പ്രൊപ്പഗേഷൻ സ്റ്റേജ്. ഇനി ആഫ്റ്റർ ബേണിംഗ് ആകുമ്പോൾ ഈ ബേണിംഗ് കഴിഞ്ഞിട്ട് പ്രഷർ റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് അറ്റ് എൻഡ് ഓഫ് ദി എക്സ്പാൻഷൻ സ്ട്രോക്ക്. കാരണം അത് എക്സ്പാൻഡ് ആവുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? പിസ്റ്റൺ ബാക്കിലോട്ട് പോകണം. ദാറ്റ് ഈസ് അറ്റ് എൻഡ് ഓഫ് ദി എക്സ്പാൻഷൻ സ്ട്രോക്ക്. ദാറ്റ് ഈസ് ആഫ്റ്റർ ബേണിംഗ്. ദാറ്റ് ഈസ് ബേണിംഗ് ഓഫ് ഫ്യൂവൽ ആഫ്റ്റർ മാക്സിമം പ്രഷർ ഈസ് ആഫ്റ്റർ ബേണിംഗ്. അവിടെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു ഫ്ലെയിം ആ ഒരു ചേമ്പറിൻ്റെ എല്ലാ സൈഡിലും എത്തത്തില്ല. ദ റേറ്റ് ഓഫ് കമ്പഷൻ ഓൾസോ റെഡ്യൂസ് ടു ലോ വെലോസിറ്റി ആൻഡ് ലെസ് ഫ്ലെയിം ഫ്രണ്ട്. ഇതാണ് നമ്മുടെ ഡയഗ്രാം, പി തീറ്റ ഡയഗ്രാം ഫോർ ഷോയിങ് ദി സ്റ്റേജസ്. ദാറ്റ് ഈസ് എ എന്ന പോയിന്റിലാണ് ഞാൻ സ്പാർക്ക് കൊടുക്കുന്നത്. എ ടു ബി ഈസ് ഇഗ്നിഷൻ ഡിലേ ആൻഡ് ബി ടു സി ഈസ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ ആൻഡ് സി ടു ഡി ഈസ് ആഫ്റ്റർ ബേണിംഗ് പ്രോസസ്. ഞാൻ ഒന്നുകൂടെ പറയാം. എ എന്ന പോയിന്റിൽ സ്പാർക്ക് കൊടുക്കുന്നു, എ ടു ബിയിൽ ഇഗ്നിഷൻ ഡിലേ വരുന്നു. ആ ഡിലേ ടൈമിൽ ന്യൂക്ലിയസ് ഫോം ചെയ്ത് ആ ന്യൂക്ലിയസിന് എനർജി ക്രിയേറ്റ് ചെയ്ത് ദ ന്യൂക്ലിയസ് ഈസ് മൂവിങ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഇവിടെയും പ്രഷർ റൈസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു പ്രഷർ റൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഫ്രം ബി ടു സി ദർ വിൽ ബി എ ഹൈ പ്രഷർ റൈസ്. ദാറ്റ് ഈസ് ഈ ഒരു ന്യൂക്ലിയസ് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന കമ്പഷനെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് കമ്പഷൻ എല്ലാ പോയിന്റിലും മൂവ് ചെയ്യാണ്. സോ ദർ ഈസ് എൻ എക്സ്പാൻഷൻ സ്ട്രോക്ക് ദാറ്റ് ഈസ് ഫ്രം അപ് ടു സി. അപ്പോൾ നമുക്ക് പീക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന ആഫ്റ്റർ 5 to 10 degree after TDC ആണ്. Then C to D after maximum pressure. The C to D is after burning process at the end of the expansion stroke. Next section we can discuss about knocking and detonation in SI engines. Just please memorize all the process and we have to compare that normal combustion with abnormal combustion in the knocking and detonation. Thank you.